ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റോസ് മിൽക്ക് കേക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണിത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് റോസ് ഫ്ലേവറിലുള്ള കേക്ക് ബേസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫ് കേക്ക് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ എഗ് വെയിറ്റ് നല്ല സ്റ്റിഫ് കേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കേക്ക് പാൻ ഒന്ന് റെഡിയാക്കി വെക്കാം. കുറച്ച് ഓയിൽ തടവി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണിത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ക്രീമി ആവുന്നത് വരെ നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ആ മുട്ടയുടെ മഞ്ഞയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇതിനെ അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ബാറ്ററിലേക്ക് 1 ടീസ്പൂൺ റോസ് എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വെയിറ്റും കുറച്ചായിട്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വേണം എടുക്കാൻ. ഒരുപാടിട്ട് മിക്സ് ചെയ്യരുത്. ജസ്റ്റ് അത് മിക്സായി വരുന്നത് വരെ മാത്രം ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഡ്രോപ്സ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ പാനിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒന്ന് ലെവലാക്കി കൊടുക്കണം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവാനായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുകയും വേണം. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഒരു 30 തൊട്ട് 35 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ റോസ് മിൽക്ക് ക്രീം റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തിക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. തിക്ക് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ഞാൻ മുകളിലെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ തിളപ്പിച്ചതിന് ശേഷം ആറ്റിയെടുത്ത പാലാണിത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റോസ് മിൽക്ക് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കേക്കും റെഡി ആയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ക്ലീനായിട്ടാണ് പുറത്ത് വരുന്നതെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇനി ആ ടൂത്ത് പിക്ക് കൊണ്ട് തന്നെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഈ കേക്കിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റോസ് മിൽക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുത്തിരിക്കുന്ന പാൻ കുറച്ച് ഡീപ്പായിട്ടുള്ള പാൻ വേണം എടുക്കാൻ. നമ്മൾ റോസ് മിൽക്ക് ക്രീം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനുള്ള സ്പേസ് ഉണ്ടാവണം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള വിപ്പ് ക്രീം റെഡിയാക്കാം.
ഞാൻ ഈ ബൗളും ഈ വിസ്ക് അറ്റാച്ച്മെൻറ്റും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തതാണ്. വിപ്ഡ് ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിപ്പ് ക്രീം പൗഡറാണ്. അത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ റോസ് എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫ് പീക്ക് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ എടുത്ത വിപ്പിംഗ് ക്രീം പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്താഷ്യോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റോസ് മിൽക്ക് കേക്ക് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് പീസസ് ആയിട്ട് മുറിച്ച് സെർവ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അത് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റോസ് മിൽക്ക് ക്രീമും കൂടി ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.